നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വത്തിക്കാനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ പെറുവിയൻ ബിഷപ്പുമാരെ അപ്രതീക്ഷിതമായി സന്ദർശിച്ച് ലിയോ 14 മാർപ്പാപ്പ. ജനുവരി 29 ബിഷപ്പുമാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മാർപ്പാപ്പ അവിടേക്ക് കടന്നു ചെന്നത്. മാർപ്പാപ്പയുടെ ഈ ലളിതമായ ഇടപെടൽ ബിഷപ്പുമാർക്കിടയിൽ വലിയ സന്തോഷത്തിന് കാരണമായി. പെറുവിലെ 46 രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ റോമിൽ ഒത്തുചേർന്ന വേളയിലാണ് മാർപ്പാപ്പ അവരോടൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കുചേർന്നത്. ഇത് സഭയിലെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമാണെന്ന് പെറുവിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് പ്രതികരിച്ചു. ബിഷപ്പുമാർ അപ്പസ്തോലന്മാരുടെ മാതൃക പിന്തുടരണമെന്നും ലാളിത്യത്തോടും ധൈര്യത്തോടും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സഭ നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാൻ സുവിശേഷത്തോടുള്ള വിശ്വസ്തത അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന മിലാൻ കോർട്ടിന വിന്റർ ഒളിമ്പിക്സ് ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വേദിയാകട്ടെയെന്ന് ലിയോ 14 മാർപ്പാപ്പ ആശംസിച്ചു. ഒളിമ്പിക്സിന് മുന്നോടിയായി മിലാനിലെ സാൻ ബാബില പള്ളിയിൽ കായിക താരങ്ങൾക്കായുള്ള പ്രത്യേക കുരിശ് സ്ഥാപിക്കുന്ന ചടങ്ങിലേക്ക് അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. കായികം കേവലം മത്സരങ്ങൾക്കപ്പുറം വ്യത്യസ്ത സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി മാറണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ആരോഗ്യകരമായ മത്സരങ്ങൾ മനുഷ്യരിലുണ്ടാക്കുന്ന മാറ്റം ലോകസമാധാനത്തിന് കരുത്തേക്കുമെന്നും ഒളിമ്പിക്സ് ദിനങ്ങൾ സൗഹൃദത്തിന്റെയും വിശ്വമാനവികതയുടെയും ആഘോഷമായി മാറട്ടെയെന്നും അദ്ദേഹം സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ലഭ്യമായ സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി വേലൂർ രൂപത വൈദികർക്കും സന്യസ്തർക്കുമായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. രൂപത ബിഷപ്പ് ഡോക്ടർ പി അംബ്രോസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സഭയും സന്യാസ സമൂഹങ്ങളും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ച ചെയ്യപ്പെട്ടു. പ്രശസ്ത പണ്ഡിതനും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ സിജോ അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. ഭരണഘടന നൽകുന്ന സംരക്ഷണങ്ങളെക്കുറിച്ചും സർക്കാർ പദ്ധതികളെക്കുറിച്ചും കൃത്യമായ അറിവില്ലാത്തതിനാൽ അർഹരായ പലർക്കും ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രൂപത വൈദികരും വിവിധ സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങളും പങ്കെടുത്ത ഈ യോഗം ഇടവക തലത്തിൽ കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങളോടെയാണ് സമാപിച്ചത്. ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് അരങ്ങേറിയ കൂട്ടക്കൊലയ്ക്ക് വേദിയായ ഒഡീഷയിലെ കന്ധമാലിൽ 4 വൈദികർ പുതിയതായി പൗരോഹിത്യം സ്വീകരിച്ചു. കന്ധമാൽ ജില്ലയിലെ ഗോദാപൂരിലെ സെന്റ് ജോസഫ് ഇടവകയിൽ ജനുവരി 28 തിരുപ്പട്ട ശുശ്രൂഷ നടന്നത്. ഫാദർ സുഗ്രീപ് ബലിയാർ സിംഗ്, ഫാദർ ജോർജ് ബത്സത്ത്, ഫാദർ സരാജ് നായിക്, ഫാദർ മദൻ ബാലിയാർ സിംഗ് എന്നിവരാണ് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 3000-ഓളം കത്തോലിക്ക വിശ്വാസികളെ സാക്ഷിയാക്കി വൈദിക നിയോഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നതായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിലീജിയസ് ഫ്രീഡത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. 2024 ജൂലൈ മുതൽ 2025 ജൂൺ വരെയുള്ള കാലയളവിൽ 5 ഭൂഖണ്ഡങ്ങളിലായി നടന്ന പീഡനങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് മൊസാംബിക്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. 2025 സെപ്റ്റംബറിൽ മാത്രം 30ഓളം ക്രൈസ്തവരെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയതായാണ് കണക്കുകൾ. ഏഷ്യയിലെ മ്യാൻമറിൽ സൈനിക ഭരണകൂടം ചിൻ സ്റ്റേറ്റിലെ ക്രൈസ്തവ സമൂഹത്തെയും അവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുവാൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നു. ദക്ഷിണ അമേരിക്കയിൽ നിക്കറാഗ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ സഭയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.